ഇന്ത്യയിലെ മികച്ച സർവകലാശാലകളുടെ മുൻനിരയിൽ സംസ്ഥാനത്തെ 4 സർവകലാശാലകൾ ഇടം കണ്ടെത്തിയതോടെ കേരളത്തിലെ നിഷ്പക്ഷ നിരീക്ഷകരുടെ നാവാട്ടം മുട്ടിയിരിക്കുകയാണ്. ദേശീയ ഉന്നത വിദ്യാഭ്യാസ ഗുണനിലവാര പരിശോധനയിൽ തിളക്കമാർന്ന നേട്ടമാണ് കേരളത്തിലെ സർവകലാശാലകൾ കൈവരിച്ചതെങ്കിലും സോഷ്യൽ മീഡിയ ഭുജികൾ അക്കാര്യങ്ങൾ അറിഞ്ഞ മട്ടില്ല. ഗവർണറും കൂട്ടരും നടത്തിയ പൊറാട്ട് നാടകങ്ങൾക്ക് ആർപ്പ് വിളിച്ചിരുന്ന മാപ്രകളും ഇതുവരെ ഇക്കാര്യം അറിഞ്ഞ മട്ടില്ല. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ റാങ്കിംഗ് ഫ്രെയിംവർക്കിൻ്റെ പൊതുമേഖലാ സർവകലാശാലകളിലെ ആദ്യ 15 റാങ്കിലാണ് നമ്മുടെ 3 സർവകലാശാലകൾ സ്ഥാനമുറപ്പിച്ചത്. കേരള സർവകലാശാല 9ാം റാങ്കും കുസാറ്റ് 10ാം റാങ്കും MG സർവകലാശാല 11ാം റാങ്കാണ് നേടിയത്. ഇതേ വിഭാഗത്തിൽ കാലിക്കറ്റ് സർവകലാശാല 43ാം സ്ഥാനത്തുണ്ട്. കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ തകർക്കാൻ സംഘപരിവാറും സ്വകാര്യ ലോബിയും നീക്കം നടത്തുന്നതിനിടയ്ക്കാണ് മികവ് കൊണ്ടുള്ള സർവകലാശാലകളുടെ മറുപടി. രാജ്യത്തെ സ്വകാര്യ സർവകലാശാലകളും IITകളും IIMകളും ഉൾപ്പെടുന്ന പട്ടികയിലാണ് നമ്മുടെ സ്ഥാപനങ്ങൾ മികവ് കാണിച്ചിരിക്കുന്നത്. മികച്ച കോളേജുകളുടെ ആദ്യത്തെ 100 റാങ്കിനുള്ളിൽ സംസ്ഥാനത്തെ 16 കോളേജുകളുമുണ്ട്. 4 സർക്കാർ കോളേജുകളാണ്. തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജ്, എറണാകുളം മഹാരാജാസ് കോളേജ്, തിരുവനന്തപുരം വിമൻസ് കോളേജ്, പാലക്കാട് ഗവൺമെൻറ് വിക്ടോറിയ കോളേജ് എന്നിവയാണിത്. റാങ്കിങ്ങിൽ ഉൾപ്പെട്ട 300 കോളേജിൽ 71 കേരളത്തിൽ നിന്നുള്ളതാണ്. അതിൽ 16 സർക്കാർ കോളേജുകളാണ്. സർവകലാശാലകളിലെയും കലാലയങ്ങളിലെയും അടിസ്ഥാന സൗകര്യ വികസനമൊരുക്കിയും അക്കാദമിക് നിലവാരം വർദ്ധിപ്പിച്ചും കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖല മുന്നേറുകയാണെന്ന് ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നു. കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ മേഖലയുടെ നേട്ടമാണിത്. ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ മാറ്റങ്ങൾക്കായി അക്ഷീണം സർക്കാർ പ്രവർത്തിച്ചതിൻ്റെ അംഗീകാരങ്ങളാണ് കേരളത്തെ തേടിയെത്തുന്നത്. ഇതെല്ലാം എങ്ങനെ അട്ടിമറിക്കാമെന്ന ലക്ഷ്യത്തോടെയാണ് സംഘപരിവാർ ചട്ടുകമായി ഗവർണർ വരെ പ്രവർത്തിച്ചത്. ചാൻസലർ പദവി ദുരുപയോഗം ചെയ്ത് പലതും ചെയ്തു. ചട്ടവിരുദ്ധ തീരുമാനം വഴി സർവകലാശാലകളെ വട്ടം കറക്കിയും ഗവർണറും കൂട്ടരും സംസ്ഥാനത്തെ വിദ്യാഭ്യാസ മേഖലയെ വട്ടം കറക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതെല്ലാം പാഴായി എന്നതാണ് കേന്ദ്ര സർക്കാരിൻ്റെ തന്നെ മേൽനോട്ടത്തിൽ നടന്ന പരിശോധനകളുടെ ഫലം തെളിയിക്കുന്നത്. പക്ഷേ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ റാങ്കിംഗ് ഫ്രെയിംവർക്ക് മൂല്യനിർണ്ണയത്തിൽ മികച്ച സ്ഥാനം നേടിയാണ് കേരള സർവകലാശാല ഇതിന് മറുപടി നൽകിയത്. എല്ലാ പ്രതികൂല സാഹചര്യത്തിലും സർവകലാശാലകളെ ഉയർച്ചയിലേക്ക് നയിക്കുകയെന്ന ശ്രമകരമായ ദൗത്യമാണ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ഏറ്റെടുത്തത്. അക്കാദമിക് മികവിനൊപ്പം ഭൗതിക സാഹചര്യവും മെച്ചപ്പെടുത്തി. ഈ ഇടപെടലുകളാണ് തലയെടുപ്പോടെ നിൽക്കാൻ ഊർജമായത്. എന്നും മികച്ച പരിഗണനയാണ് നാം വിദ്യാഭ്യാസ മേഖലയ്ക്ക് നൽകിയിട്ടുള്ളത്. സർവകലാശാലകൾക്ക് ഇതുവരെ ഇല്ലാത്ത തരത്തിൽ കോടിക്കണക്കിന് രൂപയുടെ ധനസഹായം, കിഫ്ബി വഴി അടിസ്ഥാന സൗകര്യ വികസന സഹായം, അധ്യാപകരുടെ ഒഴിവുകൾ നികത്തൽ, 1000 പുതിയ അധ്യാപക തസ്തികകൾ സൃഷ്ടിക്കൽ, അന്തർവിജ്ഞാന പഠനത്തിന് മുൻതൂക്കം നൽകി മികവിൻ്റെ കേന്ദ്രങ്ങൾ സ്ഥാപിക്കൽ, 1 ലക്ഷം രൂപയുടെ 500 പോസ്റ്റ് ഡോക്ടറൽ ഫെലോഷിപ്പുകൾ തുടങ്ങിയ കാര്യങ്ങൾ ഈ മേഖലയിലെ പ്രധാന പദ്ധതികളായി ഇടതുമുന്നണി സർക്കാർ നടപ്പിൽ വരുത്തിയതാണ്. അതാണ് നേട്ടങ്ങൾക്ക് അടിസ്ഥാനമായിരിക്കുന്നതും.